ഹലോ ചേട്ടാ, തേർഡ് സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, താങ്ക്സ്. ഹലോ, പിന്നെ ഞാൻ തേർഡ് സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താ ഇത് മൊത്തം ഫുൾ മാറ്റമുണ്ടല്ലോ? ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഫുൾ സെറ്റപ്പ് വ്യത്യാസം ഉണ്ടല്ലോ. മൊത്തത്തിൽ സ്മാർട്ട് വർക്ക്ഷോപ്പ് ആയിരുന്നു. സ്മാർട്ട് വർക്ക്ഷോപ്പ് അതെന്താ സംഭവം? ഇതിലെല്ലാം നമ്മൾ ടാബ് വഴിയാണ് എല്ലാം അങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ഓ ഗ്രേറ്റ്, സൂപ്പർ. ഓ ഇതിപ്പോൾ കംപ്ലീറ്റ് ടാബ് ത്രൂ ആയി അല്ലേ? നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വണ്ടി സർവീസിനായിരുന്നു. വണ്ടി സർവീസ് ആയി, നമ്മുടെ തേർഡ് സർവീസ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നപ്പോൾ ശരിക്കും അന്തം വിട്ടോ, മൊത്തം വ്യത്യാസം ഉണ്ടല്ലോ. എന്താ സംഭവം? എന്താ ഇപ്പോൾ പുള്ളി ആക്ച്വലി ഹോണ്ടയുടെ പുതിയൊരു ഇതാണ് സ്മാർട്ട് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞത്. ഓ പുതിയ കോൺസെപ്റ്റ് ആണ്. അതെ, പുതിയ കോൺസെപ്റ്റ് ആണ്. അത് ആക്ച്വലി നേരത്തെ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്യാണ്. കൊള്ളാലോ. ഓ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്മാർട്ട് ടിവിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അർജുൻ വന്ന സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് ഒരു ടാബില് അർജുന്റെ വണ്ടിയുടെ ഡീറ്റെയിൽ എൻറോൾ ചെയ്തു. അവിടെ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി എൻറോൾ ചെയ്യുമ്പോൾ തന്നെ അഡ്വൈസർ പോയിന്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവും. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ സാധനം ഓൾറെഡി അഡ്വൈസർ ടാബിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അഡ്വൈസർ ആസ് പെർ ദ കസ്റ്റമർ എന്തൊക്കെയാണ് കംപ്ലൈൻസ് എന്നുള്ളത് ഈ ടാബിലേക്ക് ജനറേറ്റ് ചെയ്യും. എല്ലാം ടാബിൽ എഴുത്തില്ല, പരിപാടി ഒന്നുമില്ല, എല്ലാം ടാബിലേക്കാണ്. ടാബിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കംപ്ലൈൻസും കാര്യങ്ങളും അതിന്റെ കോസ്റ്റ് സംഭവങ്ങളെല്ലാം ജനറേറ്റ് ആവും. അതുപോലെ തന്നെ ഈ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ അർജുന്റെ മൊബൈലിലേക്ക് ഒരു SMS വരും. വണ്ടി ഇന്ന പോലെ EVM ഹോണ്ടയിൽ എൻ്റർ ആയിട്ടുണ്ട്, വണ്ടി എൻ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു SMS, ഒരു ലിങ്കും വരും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എല്ലാ പ്രോസസ്സും ഔട്ട് കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് കൊടുത്ത വണ്ടി ഒരു 11 മണിയാകുമ്പോൾ ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ആ വണ്ടി ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നതെന്ന് മൊബൈൽ ത്രൂ അറിയാൻ പറ്റും. ഇത് മാത്രമാണോ മാറ്റം? ഇനിയുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വൈകുന്നേരം കൊള്ളാലോ. ആഹാ, മൊത്തം വ്യത്യാസം വന്നല്ലേ? ആക്ച്വലി ഇത് ഹോണ്ട റെഡ് വാൾ എന്നാണ് അതിന് പറയാ. പുതിയ നോംസ്, പുതിയ VI പ്രകാരം പുതിയ ഇത് വന്നേക്കുന്നതാണ് ഹോണ്ട റെഡ് വാൾ എന്നാണ് പറയാ. അത് ശരി. അതേപോലെ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിസപ്ഷൻ, കസ്റ്റമർ റിസപ്ഷൻ ആണ്. അത് ശരി. ഇതും കസ്റ്റമർ റിസപ്ഷന്റെ എക്സിസ്റ്റൻസ് ആണ് കാണുന്നത്. ഓ അത് ശരി. നമുക്ക് AMC അങ്ങനെയുള്ള സർവീസുകൾ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈം സർവീസ് ഒക്കെ ഇവരെടുത്ത് ബുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും സർവീസ് ബുക്ക് ചെയ്യാം. AMC തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ കസ്റ്റമർക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്മാർട്ട് വർക്ക്ഷോപ്പിൻ്റെ ഒരു ലോഗോ ആണ്, ഐ മീൻ അതിൻ്റെ പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്ന ഒരു മിനിയേച്ചർ വേർഷനിൽ. അപ്പോൾ ഇനി ഇതിന് ആപ്പൊക്കെ വരുന്നുണ്ടാവും അല്ലേ? ഫ്യൂച്ചറിൽ ഇനി ഇതിന് ആപ്പൊക്കെ ഓൾറെഡി അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ സ്മാർട്ടായി അല്ലേ? EVM എപ്പോഴും ഒരുപടി മുന്നിൽ തന്നെ അല്ലേ? ഫ്യൂച്ചർ ഈസ് അവർ ബിസിനസ്. അതെ, ഇതിപ്പോ നമ്മുടെ കസ്റ്റമർ ലോഞ്ച് ആണ്. നേരത്തെ നമുക്ക് ഇത് അപ്സ്റ്റെയർ ആയിരുന്നു. കസ്റ്റമറിന്റെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ കസ്റ്റമർ അടിപൊളി ചെസ് ഒക്കെ ഉണ്ടല്ലോ. ഗൗതമായിട്ട് വന്നിട്ട് നമുക്ക് ചെസ് കളിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് ട്രാൻസ്പെറന്റ് ഗ്ലാസ് വന്നിരിക്കുന്നത് കസ്റ്റമേഴ്സിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് കാണാനും പറ്റില്ല, ഒന്നും അറിയില്ല. ഇനി അത് ചെയ്തു ഇത് ചെയ്തു കംപ്ലൈൻസ് ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇപ്പോൾ കൺസേൺ ഉള്ള കസ്റ്റമേഴ്സിനും അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലൈവായിട്ട് അവരുടെ വണ്ടിയിൽ എന്താ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാണാം. അല്ല വിമൽ ഭായ്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇതൊക്കെ വ്യത്യാസം. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ പുതിയ സ്മാർട്ട് വർക്ക്ഷോപ്പ് ഇനാബിൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എൻറ്റയർ സംഭവമേ അപ്ഗ്രേഡ് ചെയ്തേക്കാണ്, കംപ്ലീറ്റ് അപ്ഗ്രേഡ് ചെയ്തേക്കാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ടി വി നോക്കിക്കഴിഞ്ഞാൽ ഈ ടി വിയിൽ നമുക്ക് നമ്മളുടെ വെഹിക്കിളിന്റെ സ്റ്റാറ്റസുകൾ അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടാബ് ത്രൂ ആണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ആ വണ്ടികളുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് റിയൽ ടൈം വെഹിക്കിൾ സ്റ്റാറ്റസ് ആണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വണ്ടി ഇപ്പോൾ ഏത് പൊസിഷനിലാണുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും. ഇവിടുന്ന് നോക്കിയിട്ട് എന്താ പണി ചെയ്യുന്നതെന്ന് കാണാം, ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റസും കാണാം. സൂപ്പർ ഐഡിയ കേട്ടോ. ചെസ് കളിക്കാം. കുറച്ചും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ചും കൂടി ബില്ലിംഗ് കൗണ്ടർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അവിടെ പുറത്തു പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇത് നോക്കി ഇവിടെ ബില്ലിംഗ് കണ്ടു കഴിഞ്ഞാൽ നേരെ അവിടെ പൈസ പേയ്മെന്റ് ചെയ്യുക,
ഗേറ്റ് പാസ് എടുത്ത് പുറത്തേക്ക് പോവുക. ക്ലാസ് അല്ലെങ്കിലും നമ്മളെപ്പോഴും ഇപ്പം എല്ലാവരും ഈ കോൺടാക്ട് എല്ലാം ചിന്തിക്കുന്നുണ്ട്. ഇത് അത് മാത്രമല്ല, നമുക്ക് പേപ്പർ യൂസേജ് ഒരു 95% നമുക്ക് ഇതിനകത്ത് വീണ്ടും എൻവയോൺമെന്റൽ അല്ലേ, അതായത് നമുക്ക് ആക്ച്വലി ഇൻ ഹൗസ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ അലോട്ട്മെന്റ് അങ്ങനെയുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പേപ്പർ ത്രൂ ആണ്. FI ഫൈനൽ ഇൻസ്പെക്ഷൻ ഇതെല്ലാം നമ്മൾ പേപ്പർ ത്രൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ നമ്മൾ ഇതെല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്, ടാബിലാണ്. വിമൽ ഭായ് പറഞ്ഞതിന് ശേഷം സർവീസ് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോവാം. ആക്ച്വലി നമ്മുടെ ബില്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഇവിടെയാണ് അല്ലേ? ഓ ശരി ശരി. ഇത് ശരിക്കും സർവീസ് ഫ്ലോറിലേക്ക് നോർമൽ കസ്റ്റമേഴ്സിന് നമ്മൾ ആക്സസ് കൊടുക്കാറില്ല. ഞാൻ നേരത്തെ ചോദിച്ചോണ്ട് എനിക്ക് സ്പെഷ്യൽ ഒരു നമുക്ക് ആക്ച്വലി നോർമൽ കസ്റ്റമേഴ്സിന് അവിടെ ഇരുന്ന് വർക്ക് കാണാനുള്ള ഞാനിപ്പോ അവിടെ കണ്ടല്ലോ ഫുൾ ഇവിടെ നമുക്ക് വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, ഈ ഗ്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് ശരി. നമുക്ക് ആക്ച്വലി നമുക്ക് 12 ബേ ആണ് ഇവിടെ വരുന്നത്. 12 ബേ വരുന്നത്? യെസ്, 12 ബേ വരുന്നത്. അതും 12 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബേസ് ആണ് വരുന്നത്. ഓ ശരി. എല്ലാ ബേയിലും ലിഫ്റ്റ് ഉണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി എല്ലാത്തിലും ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് വരുന്നത്. അതേപോലെ 12 ബേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം ഈ 12 വെഹിക്കിൾസിലും നമുക്ക് ടെക്നീഷ്യൻസിന് വർക്ക് ചെയ്യാൻ പറ്റും. ആക്സിഡന്റ് ബേ ഏരിയ, FI ഏരിയ, ആക്സിഡന്റ് എല്ലാം സെപ്പറേറ്റ്. അതെ സെപ്പറേറ്റ്. ഇപ്പൊ FI ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട വണ്ടികൾ കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്നായിരിക്കും ഫൈനൽ ഇൻസ്പെക്ടർ വണ്ടി എടുത്ത് ഇൻസ്പെക്ട് ചെയ്ത് ഔട്ട് ചെയ്യുന്നത്. ഓ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ നമ്മൾ മറ്റേ ഡിജിറ്റൽ? അതെ അതെ, അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നമ്മുടെ വാറണ്ടി, ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ പോലെ 10 വർഷത്തെ വാറണ്ടി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സിസ്റ്റിംഗ് വാറണ്ടി ഇല്ലാത്ത കസ്റ്റമേഴ്സിന് ഇപ്പോൾ 5 ഇയർ ആയ കസ്റ്റമറിന് പോലും അഡീഷണൽ വന്നിട്ട് ഇനി നെക്സ്റ്റ് 5 ഇയറിലേക്ക് വേണമെങ്കിൽ നമുക്ക് വാറണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 10 ഇയർ വരെ നമുക്ക് വാറണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വണ്ടികൾക്കും എടുക്കാൻ പറ്റും അല്ലേ? എല്ലാ വണ്ടികൾക്കും എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ വാറണ്ടി പാർട്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ഇത് എഞ്ചിൻ റൂമാണ്. എഞ്ചിൻ റൂം ഞാൻ കാണിച്ചു തരാം. ഓ ഫുൾ സെറ്റപ്പ് ആണല്ലേ? ഇതാണ് എഞ്ചിൻ റൂം ആയിട്ട് വരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ EVM-ലാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂം വന്നിരിക്കുന്നത്. അല്ല എല്ലാ സ്മാർട്ട് ആയതിന്റെ കൂട്ടത്തിൽ എന്തായാലും ഡെഫിനറ്റ്ലി സ്മാർട്ട് ആവും. അതെ തീർച്ചയായിട്ടും. ഓക്കെ. അതേപോലെ ഇത് നമുക്ക് സ്ക്രാപ്പ് ഡിസ്പോസൽ ഏരിയ ആണ് അതിന്റെ തൊട്ടടുത്ത് കാണുന്നത്. അത് ശരി. ഓക്കെ. ഇത് സ്ക്രാപ്പ് ഡിസ്പോസ് ചെയ്യാനുള്ള ഏരിയ ആണ്. ശരിക്കും ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതി തന്നെയാണ് ചെയ്തത്. അതെ തീർച്ചയായിട്ടും. പിന്നെ നമ്മളിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന വണ്ടികൾ വെയിറ്റിംഗ് സർവീസ് പാർക്കിംഗ് നമ്മൾ ഇവിടെയാണ് അവിടെ വണ്ടി ഹോൾഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വണ്ടി വന്ന് വാഷിംഗ് കഴിഞ്ഞിട്ടായിരിക്കും? വണ്ടി വാഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർവീസ്. അതിൽ എന്തെങ്കിലുമൊക്കെ അതെ ഇപ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ഒക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് ഇവിടെ നിന്നായിരിക്കും ടെക്നീഷ്യൻ വണ്ടി എടുക്കുന്നതും വണ്ടി ചെയ്യുന്നത്. ഓ അത് ശരി. അതേപോലെ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ പുറത്തായിട്ട് തന്നെ എക്സ്പ്രസ് ബേ സർവീസ് ഉണ്ട്. നമുക്ക് ഒരു 45-1 ഹവറിനുള്ളിൽ നമ്മളൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അർജന്റ് സർവീസ് നമുക്ക് അവിടെ വെച്ച് ചെയ്തു കൊടുക്കാം. അതിന് എക്സ്ട്രാ കോസ്റ്റ് ഇല്ല, സെയിം സിമിലർ തന്നെ. അതായത് ഇപ്പോൾ കസ്റ്റമർ വെയിറ്റിംഗിൽ നമുക്ക് ചെയ്യാവുന്ന വർക്കുകൾ, ഇപ്പോൾ ചെറിയ ഓയിൽ ചേഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകൾ, മൈനർ റിപ്പയേഴ്സ് വരുന്നതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പുറത്തെ ബേ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ടാപ്പ് ത്രൂ ആണ് ഇത് വരുന്നത്. അപ്പോൾ അഡ്വൈസറുടെ അടുത്തുനിന്ന് അഡ്വൈസർ ഓൾറെഡി ജോബ് കാർഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ് കാർഡ് നേരെ സൂപ്പർവൈസറുടെ ടാബിലേക്കാണ് വരിക. ഓ ഇവിടുന്നാണ് സൂപ്പർവൈസറുടെ അടുത്ത് ഇതിന്റെ പോപ്പപ്പ് വന്നു കഴിയുമ്പോൾ സൂപ്പർവൈസർ ഇത് നേരെ വാഷിംഗ് സൂപ്പർവൈസറിന് അലോട്ട് ചെയ്യും. വാഷിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും എഗെയിൻ തിരിച്ചത് സൂപ്പർവൈസറുടെ ടാബിലേക്ക് വരും. സൂപ്പർവൈസർ ടെക്നീഷ്യന് വർക്ക് അലോട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു പേപ്പർലെസ് എൻറ്റയർലി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അലോട്ട്മെന്റ് ആണെങ്കിലും ഫൈനൽ ഇൻസ്പെക്ഷൻ ആണെങ്കിലും രജിസ്റ്ററും ബുക്കുകളും വെച്ചിട്ടൊക്കെയാണ്. പണ്ടൊക്കെ എങ്ങനെ ഞാനൊക്കെ സർവീസിന് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് എന്റെ വണ്ടി ഇപ്പൊ ഞാൻ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 മണിയാകുമ്പോൾ എന്റെ വണ്ടി ഇപ്പൊ ഏത് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത്, റിപ്പയറിംഗിലാണോ അതോ കഴിഞ്ഞിട്ടുണ്ടോ, എനിക്കൊന്ന് എനിക്ക് ഫോണിൽ തന്നെ അറിയാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതേപോലെ ഇവരിവിടുന്ന് ഫൈനൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സൂപ്പർവൈസറുടെ എൻഡിൽ നിന്നും അഡ്വൈസർക്ക് ഒരു നോട്ട് പോകും. അഡ്വൈസറുടെ ടാബിലേക്ക് പോകും. അഡ്വൈസർ ഫിസിക്കലി വന്ന് ഈ വണ്ടി ഓക്കെ ആണെന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വൈസർ ആ ഫീഡ്ബാക്കിന് ഓക്കെ അടിക്കും. പിന്നെ ബില്ലിംഗ് പ്രോസസ്സിലേക്ക് പോകും. ബില്ലിംഗ് പ്രോസസ്സിൽ പോയി ബില്ല് ക്ലോസ് ആയി കഴിയുമ്പോൾ എഗെയിൻ ഈ അഡ്വൈസറിന് കാണിക്കും വണ്ടി ക്ലോസ് ആയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ കസ്റ്റമർ വരുന്ന സമയത്ത് കസ്റ്റമറിന് ആ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്ക് അതിൽ തന്നെ കളക്ട് ചെയ്യാം, അതിൽ തന്നെ ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതിലെ ഗേറ്റ് പാസിന്റെ ഒരു കോപ്പി കസ്റ്റമറിന് പോകും, ഒരു കോപ്പി സെക്യൂരിറ്റിക്കും പോകും. വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന കസ്റ്റമർ ഈ ഗേറ്റ് പാസ് സെക്യൂരിറ്റിയെ കാണിച്ചാൽ സെക്യൂരിറ്റി ടാബിൽ ഇത് ഔട്ട് ചെയ്യും. അതോടുകൂടി വണ്ടി എക്സിറ്റ് ആവും. ഈ പ്രോസസ്സാണ് സ്മാർട്ട് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. സൂപ്പർ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുണ്ട് കാണാനും. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇവിടെയും ഒരു TV ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ടിവിയിലൂടെ നമുക്ക് സൂപ്പർവൈസേഴ്സിന് അവർ അലോട്ട് ചെയ്തിരിക്കുന്ന വണ്ടികളുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഈ TV നോക്കി അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല പെൻഡിങ് വണ്ടികൾ ഏതൊക്കെ വണ്ടികളാണ് പെൻഡിങ് ഇരിക്കുന്നത്, ചിലപ്പോൾ പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും പെൻഡിങ് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് ഈ TV ത്രൂ അറിയാൻ പറ്റും ഏതൊക്കെ വണ്ടികളാണ് പെൻഡിങ് ഉള്ളത് എന്നുള്ളത്. അതനുസരിച്ചിട്ട് അത് റിസോൾവ് ചെയ്യാനുള്ള ആക്ഷൻസ് അവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നേരത്തെ എന്ന് പറഞ്ഞാൽ മാനുവലി നമ്മൾ ഫിസിക്കലി പോയിട്ട് ചെക്ക് ചെയ്യണം ഏതൊക്കെ വണ്ടികൾ. ജോബ് കാർഡ് നമ്മൾ ഫിസിക്കൽ ജോബ് കാർഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ ഡിജിറ്റലൈസ് ആകുമ്പോൾ നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അറിയാൻ പറ്റും എത്ര വണ്ടികൾ പെൻഡിങ് ഉണ്ടെന്നുള്ളത്. ശരി, വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിനും ഫുൾ ഫാനൊക്കെ കൊടുത്ത് നല്ല ഫെസിലിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റിയും അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അവർക്ക് പ്രോപ്പർ വിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലൈറ്റും കാര്യങ്ങളും കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. ഗ്രേറ്റ് സൂപ്പർ. സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ഷൂ, സേഫ്റ്റി ഗ്ലൗസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പ്രകാരമുള്ള ഡെയിലി ഒരു മോണിറ്ററിങ്ങും നമ്മുടെ ഭാഗത്തുണ്ട്. പ്രോപ്പർ ആയിട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. നമുക്ക് ആക്ച്വലി ഇവിടെ 3 ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഫ്ലോർ നോക്കാനായിട്ടൊരു വർക്ക്സ് മാനേജർ ഉണ്ട്, അതുകൂടാണ്ട് ഒരു ഫൈനൽ ഇൻസ്പെക്ടർ ഉണ്ട്. ഇത്രയും മാൻ പവേഴ്സ് സൂപ്പർവൈസ് ചെയ്യാൻ തന്നെ ഈ ഫ്ലോറിലുണ്ട്. അപ്പോൾ സോ മാക്സിമം കംപ്ലയിൻസുകൾ റെഡ്യൂസ് ചെയ്യുക, കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക, കസ്റ്റമറെ ഡിലൈറ്റ്ഫുൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഗ്രേറ്റ് ടീം വർക്ക് അല്ലേ? സൂപ്പർ. അതേപോലെ നമ്മുടെ ഇതിൻ്റെ ഒരു മുകളിലൊരു കസ്റ്റമർ ഓഫീസേഴ്സ് ക്യാബിൻസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡഡ് ആണ്. നമുക്ക് അതും കൂടി കാണാം. പിന്നെന്താ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. കോൺഫറൻസ് ഹോൾ ഉണ്ട്, ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ഇത് സിയാം മാനേജർ ക്യാബിനാണ്. നിങ്ങളുടെ അതെ, ഇത് സ്ട്രൈറ്റ് കാണുന്നത് സർവീസ് മാനേജർ ക്യാബിനാണ്. കുറേ വാട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സൂപ്പർ. ഇതാണ് നമ്മുടെ കോൾ സെന്റർ. അതായത് ആക്ച്വലി നമ്മളുടെ ഹാർട്ട് എന്ന് പറയാം കോൾ സെന്ററിനെ. കോൾ സെന്റർ, അതെ. റിമൈൻഡർ കോൾസ്, അതേപോലെ കസ്റ്റമറിന് സർവീസ് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതും കസ്റ്റമറിന് അവരുടെ കംപ്ലയിൻസ് ഇവിടെ വിളിച്ച് പറയാം. ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അതെ, നമ്മളുടെ എല്ലാ ബ്രാഞ്ചസിന്റെയും ഒരു സിംഗിൾ പോയിന്റ് ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സെൻട്രലൈസ്ഡ് കോൾ സെന്റർ ആണ് ആക്ച്വലി. നമ്മളുടെ EVM ഹോണ്ടയുടെ എല്ലാ ബ്രാഞ്ചസിലേക്കുള്ള കസ്റ്റമർ സർവീസ് റിമൈൻഡർ കോൾസ് ഹാപ്പനിങ് ഇവിടെ നിന്നാണ്. ഇവിടുന്നാണ് സംഭവം. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ വണ്ടി സർവീസിന് വേണ്ടിട്ട് ബുക്ക് ചെയ്തില്ലേ, ആ കോൾ ഇവിടേക്കാണ്? എല്ലാം ഇവിടേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് നാളുകളായിട്ട് സർവീസിന് വരാത്ത കസ്റ്റമേഴ്സ്, അതേപോലെ ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് സർവീസിന് വരുന്നത് എല്ലാവർക്കും നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് റിമൈൻഡർ കോൾസും സംഭവിക്കുന്നുണ്ട്. അതേപോലെ മെസ്സേജസും കസ്റ്റമേഴ്സിന് സർവീസ് റിമൈൻഡർ മെസ്സേജസ് എല്ലാം ഇവിടുന്നാണ് സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 29 അല്ലേ ഫെസിലിറ്റി? എത്ര നമുക്ക് ഇവിടെ വരുന്നത് ആക്ച്വലി ഒരു 12ഓളം കോൾ സെന്ററിൽ 12ഓളം സ്റ്റാഫുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മാൻ പവർ ആയിട്ടുണ്ട്. 3 ഓൺ ദ വേ ആണ്. ഓൾറെഡി ഇന്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞു. അവർ റീസെന്റ് ഇപ്പോൾ ജോയിൻ ചെയ്യും. സോ കുറച്ചും കൂടി സ്ട്രെങ്തൻ ആക്കുക, കുറച്ചും കൂടി കസ്റ്റമർക്ക് വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമറിലേക്ക് നമ്മളുടെ സർവീസിൻ്റെ ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തിക്കുക. അവരെ ഈ ഒരു പുതിയ ടെക്നോളജിയിലുള്ള സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ കോൾ സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ ഇവിടെ ബുക്ക് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിന് ആക്ച്വലി മോർണിംഗ് ടൈമിൽ എല്ലാവർക്കും ജോലി തിരക്ക് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടി സർവീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഹെഡേക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കും അവർക്ക് വണ്ടി സബ്മിഷൻ ചെയ്യാനായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ട്. അതായത് ടാഗ് നമ്പർ വെച്ചിട്ട് ഇപ്പോൾ 10ാമതാണ് വന്നേക്കുന്ന കസ്റ്റമർ ആണെങ്കിലും അദ്ദേഹം ബുക്ക് ചെയ്ത് വന്നേക്കണമെങ്കിൽ 2ാമത്തെ ആൾക്ക് മുമ്പ് ഈ 10ാമത്തെ ആളെ കൺസിഡർ ചെയ്യും. അപ്പോൾ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്ന കസ്റ്റമർ വെയിറ്റ് ചെയ്യാതെ വണ്ടി സബ്മിറ്റ് ചെയ്ത് പോവാം എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം നമ്മളിവിടെ സർവീസിന് വരുന്നതിന് മുമ്പ് വിളിച്ച് ബുക്കിംഗ് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് വളരെ നല്ലതാണ്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ എൻഷുർ ചെയ്യാൻ പറ്റും അന്നത്തെ ദിവസം ആ വാഹനം നമ്മളിവിടെ എടുക്കും എന്നുള്ളത്. ബുക്കിംഗ് കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്പർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൊത്തം റീമാപ്പ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് അല്ലേ? അടിപൊളി. ഓക്കെ, എന്തായാലും അടിപൊളി സൂപ്പർ. നമ്മളുടെ സ്മാർട്ട് വർക്ക്ഷോപ്പ് പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സർവീസ് സെന്ററിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സൂപ്പർ. എന്തായാലും ഈ ഒരു വാക്ക് അറൗണ്ട് തന്നതിന് നല്ല അടിപൊളി. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. ഇനിയിപ്പോൾ വണ്ടി തീർന്നു എന്നെ ചോദിച്ചു വിളിക്കണം, ഫോണിൽ മനസ്സിലാവും. ഓക്കെ, അത് നല്ലൊരു ഐഡിയ. എന്തായാലും താങ്ക് യു സോ മച്ച്. സാബു സാറല്ലേ? സാറാണ്. ഓക്കെ. ഞാനൊരു സാബു സാറിനെ കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ
വണ്ടി സർവീസിനല്ല വേറെ എന്തെങ്കിലും വിളിക്കേ. ഇത് കൺഗ്രാറ്റുലേഷൻസ് സർ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്മാർട്ട് വർക്ക്ഷോപ്പ് അല്ലെ ഹോണ്ടയുടെ പേരിൽ. നമ്മുടെ EVMന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 2001 ഹോണ്ടയിലാണ്. അത് കഴിഞ്ഞ് ഒരുപാട് ഡീലർഷിപ്പുകളായി ഓട്ടോമൊബൈൽ ഒരു ജയന്റ് തന്നെയായി. എങ്ങനെയാണ് സാർ ഈ ഒരു നേട്ടത്തിനെ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്പണിംഗ് ആണ് ഹോണ്ട 2 വീലർ. അത് 2001 വളരെ ഒരു എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റും കൂടിയാണത്. കാരണം ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയിൽ ഫാമിലിയിലാണെങ്കിലും ഇന്നേവരെ ഓട്ടോമൊബൈൽ ബിസിനസ് ഇല്ല. അതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ഒരു ബിസിനസ്സിൽ വെച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഫസ്റ്റ് എൻ്റെ ഫുഡ് സ്റ്റെപ്പാണ് അത്. അത് കഴിഞ്ഞ് അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ബട്ട് അതിലൂടെ എനിക്ക് കുറേ അധികം ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അവിടുന്ന് ഒരു 23 വർഷം വളരെ വലിയൊരു ജേർണി തന്നെയാണ്. അതിൽ നിന്ന് ഏറ്റവും നല്ല ബേസിക്സ് പഠിച്ചതും എല്ലാം ഈ ഹോണ്ട ഓപ്പറേഷൻസിൽ നിന്നാണ്. അവിടെ നിന്ന് ഹോണ്ടയുടെ ഓരോരോ പുതിയ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് അവർ ഇനിഷ്യേറ്റീവായിട്ട് എടുക്കുമ്പോഴും ഒരു ആ റെവല്യൂഷൻസിലെല്ലാം EVM അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഹോണ്ടയുടെ ഭാഗമായിരുന്നു. കാരണം ISO സർട്ടിഫിക്കേഷൻ അതൊരു ഗ്രീൻ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തപ്പോഴും മൊബൈൽ സർവീസ് വാനും ബ്രാഞ്ചിൻ്റെ എക്സ്പാൻഷൻ ആയാലും നെറ്റ്വർക്കിൻ്റെയൊക്കെ എല്ലാ എക്സ്പാൻഷൻസിലും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ടു ദി ഫസ്റ്റ് ടു സ്റ്റാർട്ട് എന്നുള്ളതും EVM തന്നെയായിരുന്നു. അപ്പോൾ ആ എക്സ്പാൻഷൻ എല്ലാം പിന്നീട് പല ഗ്രൂപ്പിൻ്റെ എക്സ്പാൻഷൻസിലും ബ്രാൻഡ് എക്സ്പാൻഷൻസിനൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തന്നെ നോക്കിയാൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാം ആയിട്ട് മോർ ദാൻ ഒരു 28 ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഹോണ്ടയ്ക്ക് നെറ്റ്വർക്ക്സ് ആയിട്ടും നമുക്കുണ്ട്. മെയിൻ ഡീലർഷിപ്പ് അല്ലാതെ തന്നെ 28 ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സും സെക്കൻഡറി സിറ്റീസിലും തേർഡ് ലെവൽ സിറ്റീസിലുമായിട്ട് നമുക്കുണ്ട്. പിന്നെ മാൻ പവർ എടുക്കുവാണെങ്കിൽ തന്നെ ഹോണ്ട ഓപ്പറേഷൻസിന് തന്നെ ഏകദേശം ഞങ്ങൾക്ക് 425-450 അടുത്തുള്ള മാൻ പവർ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾക്കറിയാം നോർമലി ഒരു സർവീസ് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു ലിമിറ്റഡ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു എന്താണ് പറയുക ഒരു സർവീസ് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ വന്നപ്പോഴും എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇത്രയും വലുത് എങ്ങനെയായിരുന്നു സാർ അത് അന്നേ സാർ ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ശരിക്കും ഹോണ്ടയെ സംബന്ധിച്ച് ഹോണ്ട ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ വളരെ ചെറിയൊരു വർക്ക്ഷോപ്പിലായിരുന്നു. മീൻസ് ഹോണ്ടയുടെ ഷോറൂം തന്നെ പകുതി സർവീസ് സെൻറ്ററും പകുതി ഷോറൂമായിട്ടായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ. അപ്പോൾ അവിടെ ഒരു 7 ബേയൊക്കെ ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഹോണ്ടയുടെ സെയിലും അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫ്രീക്വൻസിയും കൂടി കൂടിയപ്പോൾ പാർക്കിങ്ങും എല്ലാം വളരെ കൺസ്ട്രെയിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ബേസ്മെൻ്റ് എന്നുള്ള ഫ്ലോറിലേക്ക് ഞങ്ങൾ സർവീസ് മാറ്റി. അപ്പോൾ അവിടെ പിന്നീടും ആ ഹോണ്ടയുടെ അക്സെപ്റ്റൻസും ആ ഗ്രോത്തും എല്ലാം കണ്ടപ്പോൾ അവിടെ കൊണ്ടും തീരുന്നില്ല. അപ്പോഴാണ് അടുത്ത് തന്നെ ഒരു വിതിൻ 2 months തന്നെ ഞങ്ങൾ ഈ ഒരു പ്ലോട്ട് വി ബോട്ട് ആൻഡ് ദെൻ അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു വളരെ യുണീക്കായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഫെസിലിറ്റി അന്നത്തെ ഒരു ബെഞ്ച് മാർക്ക് ഔട്ട്ലെറ്റ് ആയിരുന്നു. അപ്പോൾ ഇഫ് യു ആസ്ക് മീ ഇതിൽ കുറേയധികം പ്രത്യേകതയുണ്ട്. അതായത് വൺ സൈഡ് ട്രാഫിക്കാണ്, പിന്നെ ഫ്യൂച്ചറായിട്ടുള്ള പല ബോഡി ഷോപ്പ് ഒരു ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമ്മൾ ചെയ്തു. ഇവിടെ തന്നെ 25 ബേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തത്. അതും ഭയങ്കര ഡബിൾ ഹൈറ്റിൽ ഒരു കാറിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ എന്തൊക്കെയാണോ അതേ രീതിയിലുള്ള ഒരു എക്സ്പാൻഷനൊക്കെ ആയിരുന്നു അന്ന് നമ്മളിവിടെ ചെയ്തത്. അതിനുശേഷം പിന്നീട് നമ്മൾ എക്സ്പ്രസ് ബേ എന്നുള്ളൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഹോണ്ട തന്നെ സൂപ്പർ ബൈക്സ് ഒക്കെ കൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മൾ എക്സ്പ്രസ് ബേ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്പെയർ പാർട്സിനാണെങ്കിലും ഇവിടെ നമ്മൾ വളരെയധികം സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനും പിന്നെ അതുപോലെ വേസ്റ്റ് ഡിസ്പോസലായാലും ഓയിലിൻ്റെ സ്റ്റോറിങ്ങും എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തത്. ഈവൻ വാഷിംഗ് ആണെങ്കിൽ പോലും വളരെ ഫാസ്റ്റായിട്ട് വാഷ് ചെയ്യാനുള്ള എല്ലാ സൗകര്യത്തോടുകൂടി അന്ന് ചെയ്തത്. ഇന്നും അതിൻ്റെ ഇതാണ് കസ്റ്റമേഴ്സ്. നമ്മൾ ഏകദേശം 140 വണ്ടികളും ഇവിടെ സർവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോവിഡ് ആയിട്ട് ഇച്ചിരി കുറഞ്ഞെങ്കിലും പിന്നീട് അത് സ്റ്റഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്രേറ്റ് സർ, സൂപ്പർ. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ സർ. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.